ബസ് പോണ റൂട്ടാണെന്ന് ആലോചിക്കാൻ ഇവിടെ പണ്ടാര കുഴിയാക്കി വെച്ചേക്കണം. ബസ് വരണം നോക്കിയാൽ എങ്ങനെയാണെന്ന് ഇതേ രീതിയിലാണ് ബസ് വരണം. കണ്ടാ ബസ് വരണേണ് കണ്ടാ. കാരണം സ്ഥലമില്ല ഇവിടെ പോവാൻ. സ്ഥലമില്ലാത്ത സ്ഥലത്തൂടെയാണ് പോണത്. ബസ്സൊക്കെ ഏത് വഴി പോണെന്ന് നോക്കിയാണ്. സ്ഥലമില്ലാത്തതുകൊണ്ട് ബസ്സൊക്കെ ഇതുകൊണ്ട് കണ്ട അത് കണ്ട ബസ്സൊക്കെ പോണതാണ്. നോക്ക് ഒരു അല്പം പോലും സ്ഥലം, ഒരു ബസ് പോണ സ്ഥലമില്ല. പണ്ടാരം ഇടയ്ക്ക് വെച്ചേക്കാണ്. പട്ടിത്തായോ പിള്ളേരാണ്ട വീഡിയോ ആയിപ്പോയി. ഞാൻ പച്ച അപരാധം വിളിച്ചേ. റോഡ് ഒരു മെഡിക്കൽ കോളേജ് റോഡാണ്. മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കാണ്. നോക്ക് ഇനി അടുത്ത കണ്ട ആരെ കൊണ്ട് വാഴ ഇട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് കാണിച്ചു തരാം. തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ പ്രതീക്ഷയായിട്ട് വാഴ നട്ടിട്ടുണ്ട്. വാഴ, ചേമ്പ്, കാച്ചില്, ചേന എന്നിവ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് നാളാവുന്നതാണ്. കൈ ആക്സിഡന്റ് എടുക്കാൻ സമയമുള്ളൂ. 2 കുഴി. ഇനി അങ്ങോട്ട് അവിടെ ഒരു കുഴിയുണ്ട്. പെണ്ണുങ്ങളാണ് വന്ന് വീണ് മറിഞ്ഞിരിക്കണത്. ആണുങ്ങൾ പിന്നെയും വെട്ടിത്തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടാം എല്ലാ നടാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉള്ള നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷേധമായിട്ടൊരു വാഴ നട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ഇനിയുണ്ട് ഇതുപോലെ കുഴികള് ഇതുപോലെ കിടപ്പുണ്ട്. ഒരു റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. പറയുണ്ടാക്കിട്ടെങ്കിൽ എത്ര കാണാമെന്നറിയാം. കഴിഞ്ഞ ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെന്റ് എങ്കിലും ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകുന്നത്. എമർജൻസി എടുത്ത് പോകുന്ന റോഡാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് റോഡാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബസ് റൂട്ടാണ്. നല്ല തിരക്കുള്ള റോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് ശരിയാക്കാനുള്ള നടപടി നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഇവിടെ ജനങ്ങൾ പോകുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ റോഡുണ്ട്. ഇഷ്ടംപോലെ റോഡ്. അതായത് എന്റെ കമന്റ് ബോക്സിൽ, എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ബോക്സ് കയറി കണ്ടാൽ അറിയാം. അത്ര ആൾക്കാർ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. ഓരോ റോഡുമാർ ശരിയാക്കിയതിന് ശേഷം ഇങ്ങനെ പണിയാനായിട്ട് തുറന്ന് തള്ളി ഇങ്ങനെ മാസങ്ങളോളം കാലങ്ങളോളം ഇട്ടൊക്കെയാണ്. ആർക്കും ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ദയവ് ചെയ്ത് പറയണേ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള നടപടി എടുക്കുക. ഓരോന്നും കുഴിഞ്ഞു അടയ്ക്കാണ്. വാഴ അതും ഇതും നട്ടൊക്കെയാണ്. അത്രയ്ക്കും ജനങ്ങൾ വരെ പ്രതിഷേധം. ഇനി ഇവിടെ വല്ല റോഡ് ബ്ലോക്ക് ചെയ്ത് വല്ല ഉപരോധം ചെയ്യണം. എന്നാൽ മാത്രമേ ഇതൊക്കെ നന്നാക്കുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ട്. രാവിലെയും വൈകുന്നേരം ഒന്നും പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്ലോക്കാണ് ഇതുവഴി. നാറികൾ